ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഫിലിമിലെ അനശ്വര രാജൻ്റെ ഈ ഒരു ലുക്കാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഞാനിവിടെ ലോറിയൽ പാരീസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്ന് മേക്കപ്പിന് മുമ്പ് എപ്പോഴും ഇങ്ങനെ പ്രെപ്പ് ചെയ്യണം. പിന്നെ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡിയോയിൽ നിന്നുള്ള ലിപ് ബാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മേബിലിൻ ഫിറ്റ്മിയുടെ 220 ഷെയ്ഡിലുള്ള ഫൗണ്ടേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കയ്യിൽ കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡോട്ട് ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനിടയ്ക്ക് എൻ്റെ മടിയിൽ നിന്ന് എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട് താഴെ പോകുന്നുണ്ട്. അവരാണ് ഈ കിടന്ന് ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫേഷ്യൽ ലെയർ ഉണ്ട്, ഞാൻ റിമൂവ് ചെയ്യാറില്ല. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ബ്ലെൻഡ് ആയിക്കോളും. അങ്ങനെ ഫേസിൽ പറ്റി പിടിച്ചിരിക്കുക അങ്ങനെയൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടും കൂടെ നിങ്ങൾ ഡാബ് മോഷനിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാസ്ലറിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ് ഞാനിവിടെ ഫേസ് സെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ അത്യാവശ്യം നോർമൽ ടു ഓയിലി സ്കിന്നാണ്. അത്യാവശ്യം നന്നായിട്ട് ഇത് വർക്ക് ചെയ്യുന്നൊരു കോമ്പാക്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫേസിലും നെക്കിലുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാർസിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു പീച്ച് ഷെയ്ഡ് എടുത്തിട്ടാണ് നമ്മൾ ഐ ലുക്ക് ഇന്ന് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. കയ്യിലെടുത്തിട്ടാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പിഗ്മെൻറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിലെടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് 2 കണ്ണിലും പൊക്കത്തും താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഐ കാജലും ഒരു സ്പൂളിയും ഉണ്ട്. ഐ കാജൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിന് കളർ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഐബ്രോസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സെൻറ്റർ പാർട്ടിൽ ചെറുതായിട്ടും ബാക്കി അങ്ങോട്ട് നന്നായിട്ടും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഐബ്രോ ഈ ഒരു ഐ കാജൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കൈ കൊണ്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്പൂളി എടുത്തിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഐബ്രോസ് സെറ്റായിട്ടിരുന്നോളൂ. നമ്മുടെ ഐബ്രോസിനൊരു ഷേപ്പ് വരുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എലൈറ്റിൻ്റെ ഒരു ഐ കാജലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ കയ്യിലെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കണ്ണിൽ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, മിറർ പിടിക്കേണ്ടതുകൊണ്ട്. കണ്ണിൻ്റെ താഴെ ഭാഗത്ത് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ പിക്ചറിലുണ്ടായിരുന്നത് വെച്ചാൽ താഴെയും മുകളിലുമായിട്ട് ചെറുതായിട്ട് ലൈൻ ചെയ്തിട്ടൊരു ഐ ലുക്കാണ് ഉണ്ടായിരുന്നത്. ഞാനിവിടെ ചെറുതായിട്ടൊരു വിങ് കൊടുത്തിട്ട് വിങ് ലൈനറാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ തന്നെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ മിക്കവരും എന്നെപ്പോലെ തന്നെ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ വായി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നവരായിരിക്കും. അത് പല വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ ഇതിനകത്ത് ടാസ്ക് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കണ്ണ് എങ്ങനെയൊക്കെ ശരിയാകുമ്പോഴത്തേക്കും മറ്റേ കണ്ണ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, പല രീതിക്കാവും. ലാസ്റ്റ് തുടച്ചും മായ്ച്ചും വീണ്ടും എഴുതിയും നമ്മൾ ഉദ്ദേശിക്കാത്തൊരു ഐ ലുക്കായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ എന്നാലും എനിക്കിതേ ഇങ്ങനെ വാലിട്ട് കണ്ണെഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പ്രത്യേക ഭംഗിയായിരിക്കും കണ്ണിന്. അപ്പോൾ അതേ നമ്മുടെ ഒരു കണ്ണ് സെറ്റായിട്ടുണ്ട്. നമ്മുടെ മറ്റേ കണ്ണ് ഏകദേശം സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു. ഒരേപോലെ ആയി തോന്നണേ. പിന്നെ കൺപീലിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഐലൈനറൊക്കെ തുടച്ച് ഞാൻ തലയിൽ തൂത്തിട്ടുണ്ട്. പിന്നെ ഡാസ്ലറിൻ്റെ ഒരു മസ്കാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വിടർന്ന കണ്ണൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് വാട്ടർ പ്രൂഫ് അല്ല, എന്നിരുന്നാലും നല്ലൊരു മസ്കാരയാണിത്. അതിനുശേഷം ഇൻസൈറ്റിൻ്റെ ഒരു ക്രീം ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു പീച്ച് റെഡിഷ് അങ്ങനെ ഒരു ഷെയ്ഡാന്ന് തോന്നുന്നു. ഇങ്ങനെ നല്ല തുടുത്ത കവിളെന്നൊക്കെ പറയില്ലേ, ഇതേപോലെ നമ്മുടെ തുടുത്ത കവിളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ നോസിലും ചീനിലും കവിളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ലിപ് ലൈനറായിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഈ ഒരു ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ലിപ് ലൈനർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് കുറച്ച് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ഷെയ്ഡ് മതിയാകും അതിന് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കൈ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ ഒരു ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. ഈ ഒരു ലുക്കിന് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ് ആണ്. എനിക്ക് ലിപ് ഗ്ലോസും ബ്ലഷും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാത്രം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് ഫേസിന്. അതിനുശേഷം ഞാനിവിടെ ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു കല്ലിൻ്റെ പൊട്ടായിരുന്നു. എനിക്ക് റെഡ് പൊട്ട സമയത്ത് കിട്ടാത്തതുകൊണ്ട് ഞാനതൊക്കെ പറിച്ച് കളഞ്ഞ് റെഡ് പൊട്ടാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കിനായിട്ട് ഞാൻ കുറച്ച് ജ്വല്ലറീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം സിമിലറായുള്ള ജ്വല്ലറീസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ മാലയാണ്. ഈ ഒരു ലുക്കിന് വേണ്ടി തന്നെ ഞാൻ അടിച്ചു മാറ്റിയതാണ്. പിന്നെ ഈ ഒരു ജുംകാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഞാൻ മിക്ക വീഡിയോസിലും ഫോട്ടോസിലും നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ഒരു ജുംകാസ് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട
ഇങ്ങനെ ഭയങ്കര ജിമിക്കി കമ്മലൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ലുക്കൊക്കെ. അപ്പം ഞാൻ ഹെയറൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 വള ഇട്ട് കൊടുത്തു. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഒരു ഫസ്റ്റ് വീഡിയോ അതിൻ്റെ എല്ലാ പോരായ്മകളും ഇതിനകത്തുണ്ടെന്ന് അറിയാം. എന്തായാലും ഞാനിത് ഇനിയും ബെറ്ററാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.